ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം മേക്കപ്പ് ലുക്കാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഫേസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും ഉണ്ട്. ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആൻഡ് സ്കിൻ കാണിക്കാൻ പോകുന്നത്. ഏത് കോളേജ് ഗോയിങ് ആയിട്ടുള്ള ഗേൾസിനും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് ഇട്ടിട്ടുള്ളത് പോൺസിൻ്റെ ആണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് വാസ്ലിൻ്റെ ഇഗ്ലൂട്ട ഹയർ എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസർ ആണോ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഞാൻ ഹിമാലയൻ്റെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മേക്കപ്പിലേക്ക് പോകാം. നമ്മൾ നോ ഫൗണ്ടേഷൻ ലുക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ഐബ്രോസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് ഒരു മേക്കപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിന് ഒരു എടുപ്പ് വരും. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു പാലറ്റ് മറ്റേ നെയിമൊക്കെ പോയിട്ടുണ്ട്. ഹിലാറി റോഡ എന്നുള്ള ബ്രാൻഡിൻ്റെ ഐബ്രോ കിറ്റാട്ടത്. ഇതിലൊരു 3 ഷെയ്ഡ്സ് ആട്ടോ വരുന്നത്. ഇതിൻ്റെ യൂസേജിൻ്റെ കാരണം കൊണ്ട് ഇതിൻ്റെ അടപ്പൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും വരും. പിന്നെ ഈ 3 ഷെയ്ഡ് ഇതിൽ ഈ ഒരു ആഷ് കളറായിട്ട് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്യണതിൻ്റെ ചെറിയ ടിപ്സൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് ലൈറ്റ് കളേഴ്സ് എടുത്തിട്ട് ഫില്ല് ചെയ്യണമാണ് നല്ലത്. ബ്ലാക്ക് കളേഴ്സും കൊണ്ടൊന്നും ഫില്ല് ചെയ്യുന്നുണ്ട് നമ്മൾ പിള്ളേച്ച ലുക്കാവും. അപ്പോൾ ഞാൻ ഇതിലുള്ള എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡിൽ ഈ ഷെയ്ഡ് തന്നെ എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഐബ്രോസിൻ്റെ ഏറ്റവും താഴേന്ന് വരയ്ക്കുമ്പോൾ ഈ ഫസ്റ്റ് തൊട്ട് എനിക്ക് വരെ വരയ്ക്കാം കേട്ടോ. ഇനി ഐബ്രോസിൻ്റെ മേലെ ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു വിരലിൻ്റെ ഇത്ര വീതി വിട്ടിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ. അതായത് ഞാൻ ചെയ്യുന്ന സിസ്റ്റം നോക്കിയാൽ മനസ്സിലാവേ. ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നുന്നതുകൊണ്ടാണ്. ഇനി ഈ ഭാഗത്തുള്ളവർക്ക് നല്ല ഫില്ല് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ ഒരു പൗഡറിൻ്റെ കളർ ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യണത്. ഇനി നമുക്ക് ഈ ഒരു ലൈന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അത് ഈ സ്പൂൾ വെച്ചിട്ടാണ് ചെയ്യാം. ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ ഐബ്രോസ് അവിടെ സെറ്റ് ആയിക്കോളും. ഇനി എവിടെയൊക്കെ ഫില്ല് ചെയ്യണം നോക്കിയിട്ട് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കട്ടെ. എവിടെയൊക്കെ നമ്മുടെ ഹെയർ കുറവുണ്ടോ അവിടെ നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും ഐബ്രോസ് ചെയ്യലുള്ളൂ. അപ്പം ഞാൻ ഇതും പെട്ടെന്ന് ചെയ്തിട്ട് വരാം. അപ്പം എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഐബ്രോസിൻ്റെ കാര്യം. അപ്പോൾ ഐബ്രോസിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മേക്കപ്പ് നല്ല അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഐ ഷാഡോ ഇടാൻ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ഒന്നും ഈ ഒരു ലുക്കിൽ നമ്മൾ യൂസ് ചെയ്യണില്ല. പകരം യൂസ് ചെയ്യുന്നത് കോമ്പാക്റ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഐ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിവിടെ ഐ ഷാഡോ പാലറ്റായിട്ട് യൂസ് ചെയ്യുന്നത് മാഴ്സിൻ്റെ പാലറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഐ ഷാഡോ പാലറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലഷോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ നമുക്ക് ഐ ഷാഡോയ്ക്ക് ഒരു ബേസ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഗ്ലിറ്റർ ഷെയ്ഡൊക്കെ കിട്ടാൻ പ്രയാസമാവും ഐ ഷാഡോ പാലറ്റ് ഇല്ലെങ്കിൽ. അല്ലാതെ ഒരു നോർമൽ ലുക്ക് മതി എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല, പക്ഷേ ഇല്ലെങ്കിൽ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ മാഴ്സിൻ്റെ ഈ 2 പാലറ്റിന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഐ ലുക്ക് ചെയ്യാൻ പോണത്. ചെയ്യാൻ പോണത് ഏത് ലുക്കാണെന്ന് അറിയില്ല, പക്ഷേ ചെയ്ത് വരുമ്പോൾ എന്താവും നമുക്ക് നോക്കാം. ഞാനൊരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് കേട്ടോ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ. കൈയോണ്ടും അപ്ലൈ ചെയ്യാം, പക്ഷേ ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡിഫൈൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് കളേഴ്സൊക്കെ ഞാൻ പറഞ്ഞു തരണോ. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം ചെയ്യാം കേട്ടോ. ഈ അറ്റത്തുള്ള ഈ ബ്രൗൺ നമുക്ക് കാണുന്ന പോലെ അത്ര വലിയ ബ്രൗൺ ആയിട്ട് തന്നെ ഇല്ല കേട്ടോ. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ അല്ല. ഞാനൊരു സിമ്പിളായിട്ടൊരു ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു പാലറ്റിലുള്ള ഏതെങ്കിലും ഒരു പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മേൽക്കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. കാരണം ഈ ബ്രൗൺ മാത്രമാകുമ്പോൾ ഭയങ്കര ഇരുണ്ടിരിക്കും കാണി. എനിക്കിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറാണോ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യുക. ബ്ലൗസിൻ്റെ കളറിനൊന്നും ചെയ്തിട്ട് പച്ച ബ്ലൗസിന് പോകുമ്പോൾ പച്ച ഐ ഷെയ്ഡൊക്കെ അതൊക്കെ പഴയ മോഡലാണ്. എപ്പോഴും ഒരു പിങ്ക് ആൻഡ് ബ്രൗൺ പിടിക്കുന്നതാവും ഭംഗി. ഞാൻ ഇതിലുള്ള ഒരു പിങ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഐ ഷാഡോ ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ആവും, പക്ഷേ ക്യാമറയിൽ അത് എത്ര കാണുമെന്ന് അറിയാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ ഫോണിൻ്റെ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഫോണിലത്തെ ക്യാമറയിൽ എത്ര ക്യാപ്ചർ ചെയ്യും, ഇനി ഓവറായിട്ടാണോ കാണുന്നതെന്ന് അറിയില്ല. നമുക്ക് എത്രയാണോ ഇതിൻ്റെ കളർ വേണ്ടത് അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ബ്രൗണും ഒരു പിങ്കും മിക്സ് ചെയ്തിട്ടാട്ടോ. അതായത് ആദ്യം ബ്രൗൺ ഇട്ടിട്ട് പിന്നെ ഒരു പിങ്ക് ആട്ടോ ഇട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എടുക്കാം. ഈ ബ്രഷ് മാറ്റിയിട്ട് വേറെ ബ്രഷ് എടുക്കുകയാണേ, കാരണം അത് കുറച്ച് ഡാർക്ക് കളേഴ്സ് മിക്സ് ചെയ്തതല്ലേ. ഇനി ഇതിലൊരു ലൈറ്റ് ഷെയ്ഡ് എടുക്കുക. ഞാൻ ഈ ഒരു ഷെയ്ഡാട്ടോ എടുക്കണത്. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് മതി. ഏകദേശം ഒരു കോമ്പാക്റ്റിൻ്റെ ഷെയ്ഡായിട്ട് വരിക. അതൊരു പിങ്ക് കളറാണ് വരിക. അത് ജസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈ ക്രീസ് ലൈൻ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഓവർ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ തട്ടിയിട്ട് വേണം കേട്ടോ. ഓവർ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സട്ടിൽ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ഈ ഒരു ഡിപ്പ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ബ്രഷ് പിടിക്കുമ്പോൾ എപ്പോഴും ഇവിടെ വന്ന് പിടിച്ചാൽ നമുക്ക് ഭംഗി ചെയ്യാൻ പറ്റില്ല. ഏറ്റവും പിന്നിൽ പോയിട്ട് പിടിക്കാം കേട്ടോ.
ഇപ്പോൾ എൻ്റെ ബേസ് കളേഴ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ക്യാമറ എത്ര കാണുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പോരാത്തിൻ്റെ ഫേസ് ഭയങ്കര കുരു പാടുകളൊക്കെ വന്ന് കുറച്ച് ഡിസ്കളറേഷനൊക്കെ ഉണ്ടായിട്ട് എനിക്ക് വൃത്തിയായിട്ട് ഇരിക്കണം. പക്ഷേ എനിക്കൊരു ഓണം മേക്കപ്പ് ലുക്ക് ഷൂട്ട് ചെയ്യുന്ന ഒരു ആഗ്രഹമായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണത്. പിന്നെ നമുക്കൊരു ഗ്ലിറ്റർ ഷെയ്ഡ് ഇട്ട് കൊടുക്കുക. അതിൽ ഒരുപാട് ഗ്ലിറ്റർ ഉണ്ട്, പക്ഷേ ഭയങ്കര ഗ്ലിറ്റർ ആയിട്ട് തോന്നാൻ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് എടുക്കുന്നത്. ഈ അറ്റത്തൊരു ഗോൾഡ് ഷെയ്ഡ് പ്രത്യേകം വെച്ചതിൽ കുറേ ഗ്ലിറ്റർ ആൻഡ് പ്രസ്ഡ് ഗ്ലിറ്ററും ഉണ്ട് കേട്ടോ. അതിൽ ഈ ഒരു ഷെയ്ഡാണ് എടുക്കാൻ പോകുന്നത്. അത് നമ്മൾ കൈ വെച്ച് അപ്ലൈ ചെയ്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് എന്ത് കിട്ടുള്ളൂ, കളർ കിട്ടുള്ളൂ കേട്ടോ. ബ്രഷിൽ യൂസ് ചെയ്താൽ അത്ര ആണ് വരില്ല കണ്ണിക്ക്. നമുക്ക് സെൻറ്ററിൽ അപ്ലൈ ചെയ്യാം, ഈ കോർണറിൽ നിന്ന് അപ്ലൈ ചെയ്യാം. എൻ്റെ എപ്പോഴും ഇഷ്ടം സെൻറ്ററിൽ നിന്ന് അപ്ലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് അപ്ലൈ ചെയ്യണേ. ജസ്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യട്ടോ. സെയിം ഈ കടയിലും ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് രണ്ട്, അതായത് മാറ്റ് ഷെയ്ഡും ഈ ഗ്ലിറ്റർ ഷെയ്ഡും ഒന്ന് മേർജ് ആവാൻ വേണ്ടിയിട്ട് ഈ നമ്മൾ ലാസ്റ്റ് എടുത്തില്ലേ ഒരു കോമ്പാക്റ്റിൻ്റെ കളറുള്ള ഒരു ബേസ് കളർ, ഈ ഒരു ഷെയ്ഡില്ലേ നമ്മൾ ലാസ്റ്റ് ക്രീസ് ലൈനിലിട്ട് ആ ഒരു ഷെയ്ഡ് തന്നെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഗ്ലിറ്ററും മറ്റേ മാറ്റ് ഷെയ്ഡും കൂടി ഒന്ന് മേർജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കളറ് പിങ്ക് കളറൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി ചെയ്യട്ടെ. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഈ ഐ ഷാഡോയിൽ നമുക്ക് കുറേ പരീക്ഷിക്കാം, പക്ഷേ കളർഫുള്ളായിട്ട് പരീക്ഷിക്കാതെ കുറച്ച് ന്യൂട്രൽ പിടിക്കണതാവും ഭംഗി. അപ്പോൾ ഇനി നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം. ഞാനിവിടെ ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതൊന്ന് എഴുതിയിട്ട് വരത്, അത് മിററിൽ നോക്കിയിട്ട് എഴുതാം കേട്ടോ. സംസാരിച്ചുകൊണ്ട് എഴുതിയാൽ ഇന്നത് പെട്ടെന്ന് കൊളായിരിക്കും. ജെൽ ലൈനേഴ്സൊക്കെ യൂസ് ചെയ്യുക, വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യണമോ നല്ലത്. കാരണം നമ്മൾ ഓണപരിപാടിക്കൊക്കെ പോകുമ്പോൾ കുറച്ച് അത്യാവശ്യം വിയർക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഐലൈനർ എഴുതട്ടെ. അപ്പോൾ നമ്മൾ ഐലൈനർ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ലൈറ്റായിട്ടൊരു പിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഏതോ വഴിക്കാണ് പോയിട്ടുള്ളത്. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് നമ്മളിവിടെ നിർത്താം. ഞാൻ താഴെ എഴുതേണ്ടവർക്ക് എഴുതട്ടെ. ഞാൻ എപ്പോഴും താഴെ പ്രിഫർ ചെയ്യണം. നമ്മൾ ഐ ഷാഡോ ചെയ്തില്ലേ ആ കളേഴ്സ് വെച്ച് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കാരണം താഴെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നലുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഡാർക്ക് കളേഴ്സ് എടുത്തിട്ടുള്ള ആ ബ്രഷ് എടുക്കുക. ആ രണ്ട് ബ്രൗൺസും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ബ്രൗൺസും പിങ്കും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലും ചെറിയ ബ്രഷ് എടുക്കണം എന്നല്ല, എനിക്ക് ഇനി പെനീച്ച് പോയി എടുക്കാനുള്ള മടിയുണ്ട്. ഞാൻ ഇതുകൊണ്ട് തന്നെ ചെയ്യാണ്. ഇത് താഴെ നമ്മൾ ഐലാഷേഴ്സിൻ്റെ താഴത്തെ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കുക. ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ തുടക്കുന്നത്. നോർമലാണെങ്കിൽ ഐലൈനർ ആണെങ്കിൽ അത് ഉണങ്ങി കഴിഞ്ഞാൽ തുടച്ചാൽ പോകട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഐബ്രോസ് ആൻഡ് ഐ ഷാഡോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബേസ് ആയിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യണില്ല, ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ ആട്ടോ യൂസ് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ട് ബ്ലഷ് ആട്ടോ. ക്രീം ബ്ലഷ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ കോമ്പാക്ട് ഇടുന്നതിൻ്റെ മുന്നേ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോമ്പാക്ട് ഇട്ട് കഴിഞ്ഞിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ക്രീം ബ്ലഷാണ് ഇൻസൈറ്റിൻ്റെ ഇത് തീർന്നിട്ടുണ്ട്. ഏകദേശം നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ ട്രൈ ചെയ്യാനായിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്ലഷ് ആട്ടോ, ഭയങ്കര ക്രീമി ആയിട്ടുള്ള ബ്ലഷാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എവിടേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കൈകൊണ്ടും പിന്നെ അത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ബ്രഷ് ആട്ടോ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എവിടേക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അപ്ലൈ. ഞാൻ ഇതിൻ്റെ എല്ലാ മേക്കപ്പ് ട്യൂട്ടോറിയലും പറയുന്നുണ്ട്. ഒരു സി ഷേപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഒരുപാട് ഇട്ടാലും നമുക്ക് ബ്ലെൻഡ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. അത്രയും ക്രീമി ആയിട്ടത്. എനിക്ക് പിന്നെ കുറച്ചധികം ബ്ലഷ് ഇടുന്നതാണ് ഇഷ്ടം. നമ്മൾ നോസിലും ചിന്നിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യാൻ പോണത്. നല്ലോണം ചിരിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ക്രീം ബ്ലഷിൻ്റെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൗഡർ ബ്ലഷും കൂടി എടുത്തിട്ട് അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബ്ലഷ് എടുക്കാം. ഞാൻ ഈ ഐഷാഡോ പാലറ്റിലുള്ള ഒരു പിങ്ക് കളർ എടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്യാൻ പോകാം കേട്ടോ. കാരണം ക്രീം ബ്ലഷ് മാത്രം ഇട്ടാൽ അതത്ര ലോങ് ലാസ്റ്റിംഗ് ആവില്ല. അപ്പോൾ ഒരു പൗഡർ ബ്ലഷ് കൂടി എടുത്തതിൻ്റെ പുറത്തൊന്ന് അപ്ലൈ ചെയ്യട്ടോ. കാരണം ഇതിൻ്റെ മേലെ കൂടി നമ്മൾ കോമ്പാക്ട് കൂടി ഇടുമ്പോൾ ഇതൊന്നും കൂടി സെറ്റിലാവും. ക്യാമറയിൽ എത്ര കാണുന്നുണ്ടെന്ന് അറിയില്ല ഗൈസ്. ബ്ലഷ് കുറച്ച് കൂടുതലിട്ടു, കാരണം ഇതിൻ്റെ മേലെ കൂടി കോമ്പാക്ട് ഇടുമ്പോൾ ഇതൊക്കെ ഒന്ന് കുറയും. പിന്നെ ബ്ലഷിൻ്റെ സംഭവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ താഴെ നോക്കി സംസാരിക്കണം. ഇവിടെ മിററെ അടുത്ത് ഞാൻ ഇവിടെ വെക്കണോണ്ട് കേട്ടോ. നമ്മൾ ഈ മേബിലിൻ ഫിറ്റ്മീൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ എടുക്കുക. നിങ്ങൾ കയ്യിൽ ഏത് കോമ്പാക്റ്റ് ഉള്ളത് വെച്ചാൽ അത് എടുക്കാം കേട്ടോ.
നമുക്കിതൊന്ന് എല്ലാ ഫേസിലെല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മൾ ഐ മേക്കപ്പ് ഒന്ന് ഫിനിഷ് ചെയ്യാണ്ട് നമ്മൾ മസ്കാര ഇടാൻ പോകട്ടെ. ഫോൾസ് ലാഷസ് ഒന്നും ആരും ഓണം സെലിബ്രേഷൻ വെക്കൂല എന്നാണ് എൻ്റെ ഇത്. ഞാനാണെങ്കിൽ വെക്കൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു മേബിലിൻ ഹൈപ്പർ കൾ മസ്കാര ഇട്ട് കൊടുക്കുന്നത്. ഇത് വാഷ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. ഐലാഷസും സെറ്റ് ആക്കിയിട്ട് എനിക്ക് ചൂടെടുക്കണം. ഇവിടെ ഫാൻ ഇട്ടായിട്ടുണ്ടെങ്കിൽ വോയിസ് ക്ലിയർ ആവില്ല. അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ലിപ്സ്റ്റിക്ക്. അതിന് മുന്നേ നമുക്കൊന്ന് ഹൈലൈറ്റർ ഇടാം. കാരണം ഒന്ന് തിളങ്ങണ്ടേ. അപ്പോൾ ഞാൻ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യണ എൻവൈബൻ്റെ സ്ട്രോബ് ക്രീം ആട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് ഗോൾഡൻ എന്തോ ആയിരുന്നു. ഇതിനുള്ളൊക്കെ മാഞ്ഞിൻ്റെ ഉപയോഗം കൊണ്ട് ഇതിന് 269 രൂപ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ഇതിൽ ഒരുപാട് ഉണ്ടാവും കേട്ടോ. പ്രൊഡക്റ്റ് ചെറുതാ പറഞ്ഞ കാര്യം നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുള്ളൂ. കവളിലും നമുക്ക് ഹൈയസ്റ്റ് പോയിന്റിലൊക്കെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ കോമ്പാക്ട് പൗഡറിൻ്റെ താഴെ, അതായത് കോമ്പാക്ട് ഇടുന്നതിൻ്റെ മുന്നേ ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തിളക്കം അങ്ങോട്ട് പോയി കിട്ടും. അതായത് ഈ ഗ്ലോയിങ് ഉള്ളതിൻ്റെ മേലെ കൂടി കോമ്പാക്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിടുന്നതിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ഫേസ് പരിപാടി കഴിഞ്ഞു. ഞാൻ ആകെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഇന്ന് ഇടുന്നത്. ഇത് കുറച്ച് അഫോർഡബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. കൺസീലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇത്. 009ഉം 25 ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടിടാൻ പോകണം കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചു മറിച്ച് ഫേവറേറ്റ് ലിപ് ഷെയ്ഡൊക്കെ ഇടാം. അതിന് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ അല്ലേ. ലിപ് ബാം ഒന്ന് തുടച്ച് കളയട്ടെ ഞാൻ. അപ്പോൾ ഇനി ലിപ്സ്റ്റിക്ക് ഇടാൻ പോകട്ടെ ഞാൻ. സീനോ ഈ ഒരു എൻവൈബൻ്റെ സ്ട്രോബ് ക്രീമിന് പകരം ഈ ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ഹൈലൈറ്ററും കൂടി കിട്ടും കേട്ടോ. ജസ്റ്റ് 100 റുപ്പീസിൻ്റെ ബിലോ ആണ് അതിൻ്റെ റേറ്റ് തന്നെ. ഇതിന് മാത്രം റേറ്റ് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള സെറ്റ് സാരി പോയി ബ്ലൗസ് വെച്ചിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.